ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പുൽക്കൂടും ഉണ്ണീശോയും നക്ഷത്രവും കരോളൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് കാലത്ത് ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്നത് ക്രിസ്മസ് കേക്കാണ്. കേക്ക് ആദ്യമായി ഇന്ത്യയിലെത്തുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്, കണ്ണൂരിലാണ്, തലശ്ശേരിയിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം 1800-കൾ. ആ സമയത്ത് തലശ്ശേരിയിൽ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, ഫ്രാൻസിസ് കർണക് ബ്രൗൺ. അദ്ദേഹം മമ്പള്ളി ബാപ്പു എന്ന അദ്ദേഹത്തിന് ഒരു കേക്ക് നൽകുന്നു, ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹമാണ് ആദ്യമായി കേക്ക് നിർമ്മിക്കുന്നത്. മമ്പള്ളി ബാപ്പുവിൻ്റെ 4ാം തലമുറയിലെ അംഗം അതേ പാത പിന്തുടരുന്ന രഞ്ജിത്ത് ചേട്ടൻ നമുക്ക് പോകുന്നുണ്ട്. തലശ്ശേരിയിലെ ഒരു കൊച്ചു ബേക്കറി, ബിസ്ക്കറ്റ്സും റസ്ക്കും ബണ്ണും ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ട് തുടർന്ന് അദ്ദേഹം മമ്പള്ളി ബാപ്പു എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനകത്ത് ഫ്രഞ്ച് ബ്രാൻഡിയൊക്കെ ചേർക്കാൻ അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നു. പക്ഷെ ബാപ്പു നാടൻ കാഷ്യൂ ഫെനീൻ്റെ പോലത്തെ അതൊക്കെയായിരുന്നു പുള്ളി അവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടായിരുന്നു ഈ കേക്ക് ഉണ്ടാക്കിയത്. ഈ കേക്ക് നിർമ്മിച്ച് ഈ സായിപ്പ് കഴിച്ചിട്ട് അപ്പോൾ തന്നെ പറഞ്ഞ വാക്കുകൾ എക്സലൻ്റ് എന്നാണ്. ഇന്നും 140 വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും ജനങ്ങളത് ആസ്വദിക്കുന്നുണ്ട്. ഇവിടുന്ന് പല ഭാഗങ്ങളിലേക്കും ബാംഗ്ലൂർ, ചെന്നൈയിലും ഞങ്ങൾ കേക്കൊക്കെ അയച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ക്രിസ്മസിന് തലമുറകളായി എല്ലാവരും ഇതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ്? എൻ്റെ അച്ഛൻ്റെ കൂടെ ഏകദേശം 8 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 8 പേരും ട്രിവാൻഡ്രം, കോട്ടയം, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തിരുവല്ല, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, മാംഗ്ലൂർ, ഇത്രയും സ്ഥലങ്ങളിൽ ഈ ഫാമിലിയുടെ മെമ്പേഴ്സ് ബേക്കറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രൗൺ സാഹിബിൻ്റെ പിൻതലമുറക്കാരൊക്കെ ഇവിടെ വരാറുണ്ടോ? അങ്ങനെ ഈ കഴിഞ്ഞയുടെ മുമ്പിലത്തെ കൊല്ലം ബ്രൗൺ സാഹിബിൻ്റെ 4th ജനറേഷൻ ഒരു ഡോക്ടർ ബ്രൗൺ ഫ്രം ഇംഗ്ലണ്ട്, അദ്ദേഹം ഫുൾ ഫാമിലിയോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങളോട് ഒരു ലഞ്ച് ഷെയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോയത്. UK എനിക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടു തന്നത്. അന്ന് അതേ രുചിയിലാണോ അതോ വ്യത്യസ്തമായി എങ്ങനെയാണത് ഇപ്പോൾ കൊണ്ടുപോകുന്നത്? ഈ പ്ലം കേക്ക് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് പറയാനുള്ളത് ഒരു ആർട്ടിസ്റ്റിക് ഇതാണ്. അതിനോടുള്ളൊരു കുറച്ച് ഫീല് കിട്ടിയിട്ട് അതിന് ഇന്നേ രീതിയിലൊക്കെ ആക്കി എടുക്കണം എന്നുള്ളത് ഓരോ ബേക്കറിക്കാരൻ്റെയും ഒരു അതായിരിക്കാം. 5ാം തലമുറയിലേക്കും കൈമാറുന്നുണ്ടോ? അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? അതെ. 5ാം തലമുറയാണ് എൻ്റെ മകൻ, അർച്ചത്ത് എന്ന പേര്. അവനിപ്പം ഒരുവിധം നല്ല രീതിയിൽ നമ്മളെക്കാളും കുറച്ചുകൂടി ഹൈടെക്കിൽ പോകാനുള്ള തുടക്കം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കേക്കില്ലാതെ നമുക്ക് എന്ത് ക്രിസ്മസ് ആഘോഷമല്ലേ? ആ കേക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാണ്, അത് ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടായത് എന്ന് കേൾക്കുമ്പോൾ, എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും വലിയ സന്തോഷം തന്നെയാണ്. കണ്ണൂരിൽ നിന്ന് വിനോദ് മുറാറയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി.